Hi there, my name is Jitu Asmi. Today I am going to teach you how to create Ghost Rider bike in Adobe Photoshop CC 2015. So ആദ്യം തന്നെ അഡോബ് ഫോട്ടോഷോപ്പ് CC വെർഷനെ കുറിച്ച് പറയാം. ഒരുപാട് പുതിയ ഓപ്ഷൻസുകളാണ് അഡോബ് CC 2015 നൽകുന്നത്. സോ ആദ്യം ഫോട്ടോഷോപ്പ് C6ഉം CS5 ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. വീണ്ടും CCയിലേക്ക് മാറിയപ്പോഴാണ് ഒരുപാട് പുതിയ ഓപ്ഷൻസുകൾ ഇതിൽ ഉള്ളതായി എനിക്കറിയാൻ പറ്റിയത്. സോ ഐ എം ഗോയിങ് ടു സ്റ്റാർട്ടിങ് ദിസ് ട്യൂട്ടോറിയൽ. ഐ എം ഗോയിങ് ടു ഫയൽ ആൻഡ് ഓപ്പൺ image, bike image. I'm going to photos. After that, ഇപ്പോൾ ബുള്ളറ്റ് ബൈക്ക് ഇവിടെ എനിക്ക് ഇമേജ് ഇല്ല, അതുകൊണ്ട് ഞാനൊരു തൽക്കാലത്തേക്കൊരു KTM ഡ്യൂക്ക് ബൈക്കാണ് ഇവിടെ ഓപ്ഷനായിട്ട് എടുക്കുന്നത്. സോ ഐ ആം ഓപ്പണിങ് ദിസ് വൺ. ദിസ് ഇസ് ദി ഇമേജ്. ഐ ആം ക്രിയേറ്റിംഗ് ദി ഗോസ്റ്റ് റൈഡർ ബൈക്ക്. സോ ഇവിടെ ഇപ്പോൾ ലെയർ ഉണ്ട്. ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കാൻ പോവുകയാണ്. ഗോ ടു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ. ഓക്കെ, ഇനി നമുക്ക് ഫയർ ഇഫക്റ്റാണ് വരുത്തേണ്ടത്. സോ ഐ ആം ഗോയിങ് ടു ഫയൽ, ഓപ്പൺ ഫോട്ടോസ്. സോ ഐ ആം ഗോയിങ് ടു ഫയർ ഇഫക്റ്റ്. ഓക്കെ, ദർ ഇസ് ദ ഇമേജ്. ഇതൊരു ഗോസ്റ്റ് റൈഡർ ഇമേജ് ബൈക്കാണ്. നമ്മളിതിനെ എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം തന്നെ നമ്മളിത് സെലക്ട് ചെയ്യുകയാണ്. പ്ലസ് Ctrl A അടിച്ച് സെലക്ട് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് പ്ലസ് Ctrl C ഫോർ കോപ്പി. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഇമേജ്. നമ്മൾ ഈ ഇമേജിൻ്റെ ഓപ്ഷനാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. So I am going to normal to hard light. So I am change this one. After that you can drag it from front tire. So ഇനി നമ്മൾക്ക് ഇത് അഡ്ജസ്റ്റ് ആണ് ചെയ്യേണ്ടത്. പ്ലസ് Control key plus mouse button. You can adjust this one. So I am adjusting this one. Okay, now so okay, we are adjusted this one. Press apply. ഇപ്പോൾ നമ്മൾ ഈ ഇമേജ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് എഡിറ്റ് ചെയ്യണം. ഈ വേണ്ടാത്ത സ്ഥലങ്ങൾ നമുക്ക് റിമൂവ് ചെയ്യണം. സോ ഐ എം ഗോയിങ് ടു എറേസർ ടൂൾസ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഈ എറേസർ ടൂളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഐ ആം ഡിസ്കസിങ് ദിസ് വൺ and erasing all the unwanted parts. So I am removed all unwanted images. So I am going to adjust this one. I am going to adjust. Okay, now
സോ ഇപ്പം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ നമുക്ക് കുറച്ച് സ്ഥലത്ത് ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, പ്രസ് ദി ക്ലോൺ സ്റ്റാമ്പ് ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലോൺ സ്റ്റാമ്പ് ടൂൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ആൾട്ട് കീ പ്രസ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ ഫില്ല് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ ഫില്ലായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫില്ലായിട്ടുണ്ട്. ഓക്കെ ഓക്കെ നിയമസഭയുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ക്രൈംബ്രാഞ്ച് നടപടിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ബജറ്റ് ദിവസത്തെ ഈ സംഭവങ്ങളുടെ പേരാണ് പ്രതിപക്ഷ എംഎൽഎമാരായ ഇ പി ജയരാജൻ, വി ശിവൻകുട്ടി, കെ അജിത്ത്, സി കെ സദാശിവൻ, കുഞ്ഞഹമ്മദ്, കെ ടി ജലീൽ എന്നിവർക്കെതിരെ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ ക്രൈംബ്രാഞ്ച് എഫ്ഐആർ സമർപ്പിച്ചത്. സ്പീക്കറുടെ ഡയസിൽ കടന്നുകയറി കമ്പ്യൂട്ടറും മൈക്കും കസേരയും നശിപ്പിച്ചതിൽ 2 ലക്ഷം രൂപ നഷ്ടം സംഭവിച്ചു എന്നതാണ് കേസ്. നിയമസഭാ സെക്രട്ടറിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ക്രൈംബ്രാഞ്ചിന്റെ കൈമാറുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ആരെയും പ്രതിയാക്കില്ല. പൊതുമരാമത്തിന്റെ റിപ്പോർട്ടിലാണ് നഷ്ടം 2 ലക്ഷമായത്. വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് വാച്ച് ആൻഡ് വാർഡ്മാരുടെയും സഭയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെയും മൊഴി രേഖപ്പെടുത്തിയാണ് എംഎൽഎമാരെ പ്രതിയാക്കിയത്. എംഎൽഎമാർക്കെതിരെ കേസെടുക്കുന്നതിന് മുമ്പ് നിയമ സെക്രട്ടറിയുടെ ഉപദേശം ചോദിച്ചിരുന്നു. ക്രിമിനൽ കുറ്റം തെളിഞ്ഞതിനാൽ പ്രത്യേകിച്ച് ഒരു അനുമതി വേണ്ടെന്നായിരുന്നു ഉപദേശം. എംഎൽഎമാർക്കെതിരെ പോലീസ് കേസെടുത്തത് നടപടിക്രമങ്ങളുടെ ഭാഗമായി മാത്രമാണെന്ന് സ്പീക്കർ എൻ ശക്തൻ പറഞ്ഞു. എംഎൽഎമാർ കേസുകളിൽ പ്രതിയായും ആ രീതിയിൽ ഇവിടെ തിരിഞ്ഞു പോകണമെന്നുള്ള ആഗ്രഹം എനിക്കില്ല. ഞാൻ ഈ സഭാ സമ്മേളന കാലത്ത് തന്നെ കക്ഷി നേതാക്കന്മാരുമായി ഒരുമിച്ച് നിർത്തി അവരോട് സംസാരിക്കുക. പോലീസിന്റെയും നിയമ സെക്രട്ടറി നടപടി സഭയുടെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്. അപ്പം നമ്മൾ ഫ്രണ്ട് ടയർ ഓക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ചെറിയ പ്രോബ്ലം ഉണ്ട്. നമുക്ക് എറൈസർ ടൂൾ വെച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റും. എറൈസർ ടൂൾ ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഓക്കെ നോ ഫ്രണ്ട് ടയർ ഓക്കെയാണ്. നമുക്ക് ബാക്ക് ടയറാണ് ഫില്ല് ചെയ്യേണ്ടത്. സോ ഐ ആം പേസ്റ്റിംഗ് ദാറ്റ് ഇമേജ് അഗെയിൻ. പ്രസ് Ctrl V. After that, going to hard light, and after that you can go to here. You can press Ctrl key, press Shift key, Ctrl key, go to adjust that image. വാർത്തയിൽ വന്നിട്ടുണ്ട്. ബാർ ലൈസൻസ് ഫീസ് ഉയർത്താനുള്ള എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശം ഭേദഗതി ചെയ്തത് മന്ത്രി കെ ബാബുവിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് മുൻ നികുതി സെക്രട്ടറി ബാർ ലൈസൻസ് ഫീസ് ഉയർത്താനുള്ള ശുപാർശയിലെ ഭേദഗതിയെക്കുറിച്ച് മന്ത്രി കെ ബാബുവിന്റെ മൊഴിയിൽ ഒന്നും പറയുന്നുമില്ല. മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ലൈസൻസ് ഫീസ് 23 ലക്ഷമായി നിജപ്പെടുത്തിയതെന്ന് എക്സൈസ് കമ്മീഷണറും മൊഴി നൽകിയിട്ടുണ്ട്. ചർച്ചയിൽ പങ്കുചേരുന്നത് സിപിഎം മുനിസിപ്പൽ നേതാവ് മന്ത്രി ശ്രീ സി ദിവാകരൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ്, ഒപ്പം തന്നെ രാഷ്ട്രീയ ജയശങ്കർ എന്നിവരാണ്. നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എറേസർ ടൂൾസ് എടുക്കാം, ചേഞ്ച് ചെയ്യാം, ടൂൾ ചേഞ്ച് ചെയ്യാം. ഓക്കെ നോ ഇൻക്രീസ് ദി ബ്രഷ് സൈസ്. യു ക്യാൻ ക്ലിയർ ഓൾ ദി അൺവാണ്ടഡ്. ഡോളർ മഴ പെയ്യുന്നു. UAE എക്സ്ചേഞ്ചിൽ നിന്ന് 2 തവണ പണം അയക്കൂ. $2 ലക്ഷം വരെ സമ്മാനം നേടാൻ അവസരം ഉറപ്പിക്കും. സൗഭാഗ്യവാന് $1 ലക്ഷം മെഗാ സമ്മാനം. 5 വിജയികൾക്ക് $10,000 വീതം, കൂടാതെ 50 പേർക്ക് $1,000 വീതവും. വേഗമാകട്ടെ, നിങ്ങളുടെ ഏറ്റവും അടുത്ത UAE എക്സ്ചേഞ്ച് സന്ദർശിക്കൂ. ഈ പ്രൊമോഷൻ 2015 ഡിസംബർ 31 വരെ മാത്രം. പ്രൊമോഷൻ പാർട്ട്നേഴ്സ് HBL, ഇസ്ലാമിക് ബാങ്ക് ബംഗ്ലാദേശ് ലിമിറ്റഡ്, എക്സ്പ്രസ് മണി ആൻഡ് വെസ്റ്റേൺ യൂണിയൻ. Go to clone stamp tool, Alt key. You can select this one. Okay now. Okay now. Okay. നിങ്ങളുടെ മുറ്റം കഴുകുന്നതിനും മികച്ചത്. ഇപ്പോൾ വൃത്തിയാക്കൽ എത്ര എളുപ്പമായിരിക്കുന്നു. വാഷ് ഹോം ആൻഡ് കാർ വാഷിംഗ്. ദിൽവാലെ 101 സ്കൈ ജ്വല്ലറിയിൽ വീണ്ടും ആഘോഷങ്ങൾ. 99 തോല സ്വർണ്ണ വാറുകളും
500 ദിർഹമിന്റെ പർച്ചേസിലൂടെ 101 വിജയികൾ. IGI സർട്ടിഫൈഡ് ഡയമണ്ട് ആഭരണങ്ങൾക്കൊപ്പം കൈനിറയെ സൗജന്യ സ്വർണ്ണ Okay, നാണയങ്ങൾ. now go to eraser tool. Jewelry designed for You generations. can delete the unwanted parts. Okay, now. ശ്രീ സി ദിവാകരൻ, ഈ നടപടികൾ സഭയുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് എന്നാണ് പ്രതിപക്ഷത്തിന്. നിർഭാഗ്യകരമായ മറ്റൊരു മത്സരം എന്ന് പറയേണ്ടിയിരിക്കുന്നു. മറ്റൊരു മത്സരം കൂടി എന്ന് പറയേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ മിനിറ്റിൽ ലീഡ്, ആദ്യം ഗോൾ നേടുന്ന അതേ പതിവ് കാഴ്ച, പിന്നീട് പുറകിലേക്ക് പോകുന്ന കാഴ്ച. Okay, now. വീണ്ടും ഒരു മത്സരത്തിൽ അതേ കാഴ്ച ആവർത്തിക്കുന്ന ബ്ലാസ്റ്റേഴ്സ്. ഷമീർ Okay, now. മുന്നേറ്റം. Okay, ഷമീറിൽ നിന്ന് you ജോഫ്രെ. can വീണ്ടും ലൂക്ക, ഡിയമോറ. do it. So I am deleting all the parts. റെയ്നാൾഡോയ്ക്ക് കൈമാറുന്നു. ദേവപ്രതാരോലി. ബോക്സിനുള്ളിൽ വെച്ച് ക്യാപ്റ്റൻ റമീജിന്റെ ഹെഡർ ക്ലിയറൻസ്. ടാക്കിളിലെ പ്രണയഭാഗത്ത് ചെറിയൊരു പുഷ് ഉണ്ടായിരുന്നു. പക്ഷേ റഫറി സ്പോട്ട് ചെയ്യുന്നില്ല. റെയ്നാൾഡോ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തെ പിളർന്നു കീറി. ഈസി ഫിനിഷ്. ദയനീയമായ ഒരു കാഴ്ച. വീണ്ടും ഒരു ഗോൾ കൺസീഡ് ചെയ്യുന്നു. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ഗോവ 3 ഗോളിന്റെ 1-3 ഗോളിന്റെ ലീഡിലേക്ക് FC ഗോവ. റെയ്നാൾഡോയുടെ ഈ മത്സരത്തിലെ രണ്ടാമത്തെ ഗോൾ. അവിടെ നല്ലൊരു സൂപ്പർ പാസ് തന്നെയാണ് മന്ദറാവ് ദേശായിക്ക് കിട്ടിയിരിക്കുന്നത്. അവിടെ നിന്ന് മന്ദർ ദേശായിയുടെ വളരെ ഫസ്റ്റ് ടൈം ക്രോസ് തളർന്നു കുറിച്ച ഒരു ക്രോസ് തന്നെ വളരെ മനോഹരമായി അത് പന്ത് പുഷ് ചെയ്തിരിക്കുന്നു റൊണാൾഡോ. പീറ്റർ റമേജിനെയും ജിങ്കിനെയും കാഴ്ചക്കാരാക്കി നിർത്തി. Okay, മന്ദറാവുവിന്റെ ക്രോസ്. so we are created the Ghost Rider image. റൊണാൾഡോയുടെ ഫിനിഷിംഗ്. നമുക്കിപ്പോൾ ചെറിയൊരു എഡിറ്റിംഗ് ആവശ്യമുണ്ട്. പന്തറിന്റെ സൗണ്ട് ഓക്കെ. റൊണാൾഡോയുടെ ഫിനിഷ്. ഒരിക്കൽ കൂടി ഗോൾ കീപ്പർ സ്റ്റീഫൻ ബൈവാട്ടർ ചിത്രത്തിലേക്കുമില്ല. സ്റ്റീഫൻ ബൈവാട്ടർ റൊണാൾഡോയുടെ രണ്ടാം ഗോൾ, ഗോവയുടെ മൂന്നാം ഗോൾ. 3-1 in favor of ഗോവ. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് Okay, now. സ്ലോ പേസ് കളിച്ച് നമുക്കിപ്പോൾ ഗോസ്റ്റ് റൈഡർ ഇമേജ് ആയിട്ടുണ്ട്. ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി ടൈം എടുക്കുന്ന പണിയാണ്. സോ ഐ എം ഗോയിങ് ടു ഇപ്പോൾ നമുക്ക് ഇതിൽ ലൈറ്റ് കൊടുക്കണമെങ്കിൽ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് ബൈക്കിന് ലൈറ്റിംഗ് ഇഫക്റ്റ് കൊടുക്കണം. ഗോ ടു ഫയൽ. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ ഗോ ടു ഫോട്ടോസ്. ഐ എം ടേക്കിംഗ് ദി സൺറൈ. So I am going to taking this one. Control A, C, Control B. So വലിയ പ്രണയവർക്ക് എനിക്ക് നല്ലപോലെ പറയാൻ സാധിക്കും. കാരണം 2009 lighten. Okay, now. So അവിടെ നിന്നാണ് Okay. PFA-യിലേക്ക് മാറിപ്പോയത്. Okay, now. So നമ്മുടെ ഗോസ്റ്റ് റൈഡർ ഇമേജ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഫോട്ടോഷോപ്പിൽ. നിങ്ങൾക്കും ഇതുപോലെ സ്വന്തമായി ട്രൈ ചെയ്യാൻ പറ്റും. സോ പുതിയ പുതിയ ട്യൂട്ടോറുമായി ഞാൻ വീണ്ടും വരാം. സൈനിങ് ഔട്ട്, ജിതേഷ് പി നായർ. താങ്ക് യു.